നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന അച്ഛനെ കാണാൻ വേണ്ടി രണ്ടുപേരും ഓടുന്ന ഓട്ടമാണ്. വണ്ടിയുടെ സൗണ്ട് ദൂരെ നിന്ന് കേട്ടപ്പോഴേ അമ്പാടിക്കുട്ടന് കാര്യം മനസ്സിലായി, അച്ഛൻ വരുന്നുണ്ടെന്ന്. അച്ഛൻ ഇന്നലെ കാണാത്തത് കാരണം അമ്പാടിക്കുട്ടന് ഉറക്കം വന്നതേ ഇല്ല കേട്ടോ. അച്ഛനെ കണ്ടപ്പോഴാണ് അമ്പാടിക്കുട്ടന് സമാധാനമായത്. പോയിട്ട് വന്നപ്പോൾ അച്ഛൻ്റെ കയ്യിൽ വലിയൊരു ബാഗ് ഇരിപ്പുണ്ടായിരുന്നു. എന്താണ് സംഭവം എന്ന് രണ്ടുപേരും കൂടെ ഓടി വന്ന് നോക്കുന്നുണ്ടായിരുന്നു. കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്നായിരുന്നു അമ്പാടിക്കുട്ടൻ്റെ നോട്ടം. ഇഡ്ഡലിക്കുട്ടവും പുട്ടുകുറ്റിയും ചീത്തായി പോയതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അത്. പിന്നെ മീൻ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ അമ്പാടിക്കുട്ടൻ നേരെ ചാടി അനുസരിച്ചേണ്ട കൈ കയറി കേട്ടോ. മീൻ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന അങ്കിളാണ് കേട്ടോ. പിന്നെ നേരെ അടുക്കള പണിയിലോട്ട് കയറി കേട്ടോ. അപ്പോൾ അടുക്കള പണിയിലൊക്കെ കയറി കഴിഞ്ഞിട്ട് ഒരു പപ്പായൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പപ്പായൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് ഞങ്ങളുടെ കുളത്തിൻ്റെ അടുത്തുള്ള അമ്പലത്തിലോട്ടൊന്ന് പോവുകയാണ് കേട്ടോ. കുറേ നാളായി അമ്പലത്തിലോട്ടൊക്കെ പോയിട്ട്. അപ്പോൾ അമ്പാടിക്കുട്ടനും ദച്ചൂസിനും ഒന്ന് ഭസ്മം ഇടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലൊക്കെ പോയി തൊഴുതതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് അനന്തുചേട്ടൻ നീന്തിപ്പിക്കുന്ന കുളത്തിലോട്ട് വന്നേ. അവിടെ ചെന്നപ്പോൾ കിച്ചുമാമനെ കണ്ടപ്പോൾ കിച്ചുമാമൻ്റെ കയ്യിൽ അമ്പാടിക്കുട്ടൻ ചാടിപ്പോയേ. രാത്രി ദച്ചൂസിന് കഴിക്കാൻ ചപ്പാത്തിയും പുളിസയും ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പം ഞാൻ എന്ത് ജോലി ചെയ്താലും അമ്പാടിക്കുട്ടനെ എൻ്റെ മേൽ ഇങ്ങനെ ഇരിക്കണം.